നമ്മുടെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. ഏകദേശം 40,000 രൂപയുടെ അടുത്താണ് ആ പോസ്റ്റില് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് അതില് താൽക്കാലിക ഒരു ജീവനക്കാരാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഉള്ളത്. ഇതുവരെയായിട്ടും അങ്ങനെ ഒരു പോസ്റ്റ് PSCക്ക് വിട്ടില്ല. അതൊക്കെ പോട്ടെ നിൽക്കാം. കാരണം എന്താ വെച്ചാൽ ഈ ആളുകൾ ജോലിക്ക് എടുത്തിട്ടുണ്ട്. തികച്ചും പാർട്ടിക്കാരൻ മാത്രമാണ് ഈ 10 വർഷം മുന്നേ ഇവിടെ ജോലിക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 10 വർഷമായിട്ട് ജോലി ചെയ്യണ ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിൽ ജോലി ചെയ്യണവരൊക്കെ സ്ഥിരപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഒരു ഉത്തരവാണ് ഈ കാണുന്നത്. ഇത് എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതില് CITU ജീവനക്കാരാണ് ഇവരൊക്കെ. അപ്പൊ ഇതിൽ രസകരമായ ഒരു വാചകമുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, സംസ്ഥാനത്തെ ആകെ 900 ടെക്നിക്കൽ അസിസ്റ്റന്റ് ജീവനക്കാരിൽ 872 പേരും നമ്മുടെ CITU യൂണിയനിലെ അംഗങ്ങളാണ്. മറ്റൊരു സംഘടനയ്ക്കും ഈ മേഖലയിൽ യൂണിയൻ ഇല്ല എന്ന പ്രത്യേകതയുണ്ട്. എന്നാൽ മുഴുവൻ അംഗങ്ങളും വർഷങ്ങളായി ദേശാഭിമാനി പത്രത്തിന്റെ വാർഷിക വരിക്കാരാണ്. 186 പേരോളം CPM മെമ്പർമാരാണ്. ഒരു സർക്കാർ ജോലിക്ക് ഒരു സ്ഥിരപ്പെടുത്താനുള്ള മാനദണ്ഡമാണ് ഈ വായിച്ചത്. അത് CITUവിന്റെ സംഘടന മിനിസ്റ്റർക്ക് അയച്ച കത്തുണ്ട് ഇതില്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണേ, നമ്മള് അർഹതയുള്ളവർക്ക് ജോലി കിട്ടണം. ഇതിനു വേണ്ടി പഠിച്ച് പാടുപെട്ട് എക്സാം എഴുതുന്നവർക്ക് ജോലി കിട്ടണം. ഇതൊരു 10 വർഷം മുന്നേ ഒരു താൽക്കാലിക നിയമനത്തില് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലിക്ക് എത്തി. ഏകദേശം 40,000 രൂപയോളം ശമ്പളം വാങ്ങുന്നുണ്ട്. ഈ പോസ്റ്റുകളൊക്കെ എന്തുകൊണ്ടാണ് സർക്കാരുകൾ PSCക്ക് വിടാത്തത്? അങ്ങനെ ഒരു PSCക്ക് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ അർഹതപ്പെട്ട ഇതിനു വേണ്ടി പാടുകയ്ക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി കിട്ടും. പക്ഷെ ഇതൊക്കെ പാർട്ടിയുടെ അടിമകൾ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കാൻ നടക്കുന്നവർക്ക് ഈ ജോലി സ്ഥിരപ്പെടുത്താൻ പോകുന്ന ഒരു അവസരം, ഒരു സംവിധാനമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. 900 പേരോളാണ് ഈ ഒരു വരും മാസങ്ങളിൽ ഈ സർക്കാർ ജീവനക്കാരായി മാറുക. ഇപ്പോ ഒരു 10 വർഷക്കാലമായിട്ട് അവര് ഒരു താൽക്കാലിക ജീവനക്കാരെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഈ താൽക്കാലിക നിയമനങ്ങൾ നിർത്തലാക്കണം. കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു താൽക്കാലിക നിയമനങ്ങൾ വർഷങ്ങളായി ഒരു 10 വർഷമാകുമ്പോൾ ഒരു സ്ഥിരാക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു PSCക്ക് വിടുക. ഈ ജോലികളൊക്കെ PSCക്ക് വിടുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇതിനു വേണ്ടി അർഹതയുള്ളവർക്കൊക്കെ ഈ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ ജനങ്ങൾ തിരിച്ചറിയണം. കാരണം ഇതൊക്കെ എനിക്ക് പേഴ്സണലി ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണ്. കാരണം ഈ ഒരു പാർട്ടിക്കാരൻ മാത്രം ഒരു സ്ഥിര ജോലി അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിക്ക് എത്തിക്കുന്നതിന് മാനദണ്ഡങ്ങളാണ് ഇതൊക്കെ വായിച്ചത്. അപ്പോൾ ഇതിൽ ജനങ്ങൾ ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ജനങ്ങൾ പ്രതികരിക്കുക.